ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 13. ലാസ്റ്റ് പാർട്ട്. ഹണി ഫ്ലാറ്റിലെ ഡൈനിങ് റൂമിലിരുന്ന് ഒറ്റയ്ക്ക് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മാറി ഒരു സോഫയിൽ മകൻ ടാബിൽ എന്തോ വീഡിയോ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ്. എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിവെച്ചിരിക്കുന്ന വിധമാണ് അവളുടെ ഇരിപ്പും കഴിപ്പും. ഇരുവരും പരസ്പരം ശ്രദ്ധിക്കുന്നില്ല. ലൈറ്റിൻ്റെ വെളുത്ത വെളിച്ചം അവർക്ക് നടുവിൽ മുകളിലെന്ന വിധം തൻ്റെ പ്രഭ വിടർത്തി നിലകൊള്ളുകയാണ്. ഹണി കഴിപ്പ് പഴയപടി തുടർന്നുകൊണ്ടങ്ങനെ ഇരിക്കെ അടുത്തായി വെച്ചിരുന്ന മൊബൈൽ റിങ് ചെയ്തു തുടങ്ങി. ഈ ശബ്ദം പക്ഷേ മകൻ ശ്രദ്ധിച്ചതേയില്ലായിരുന്നു. അവൾ കോളിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന മുഖമൽപ്പം നീട്ടി നോക്കി ഇടത്തേക്ക്. കഴിപ്പ് താൽക്കാലികമായി നിർത്തിയിരിക്കുന്ന അവൾ വായ്ക്കകം അയവിറക്കി അങ്ങനെ കുറച്ചു നിമിഷം നോട്ടം തുടർന്നു. പെട്ടെന്നവൾ ടേബിളിൽ നിന്നും ആ മൊബൈലെടുത്ത് കോൾ കട്ട് ചെയ്തു. ഉടനടി അത് പഴയ സ്ഥാനത്ത് തിരികെ വയ്ക്കുകയും ചെയ്തു. ശേഷം ഒരു നിമിഷം അവൾ കണ്ണുകൾ കൊണ്ട് തൻ്റെ മകനെ ഒന്ന് നോക്കിയ ശേഷം കഴിപ്പ് പഴയപടി തുടർന്നു. മകനും പഴയപടി സോഫയിൽ തുടരുകയായിരുന്നു. പതിവിലും തിരക്കിട്ട് ലിഫ്റ്റിലേക്കെന്ന വിധം നടക്കുകയാണ് ഹണി. കറുത്ത കോട്ടും സ്യൂട്ടുമാണ് അവളുടെ വേഷം. ഹാൻഡ് ബാഗ് ഇടതു തോളിൽ എന്നത്തെയും പോലെ ഭദ്രമാക്കിയിരിക്കുന്നു. ആ ഏരിയയിൽ അറ്റകുറ്റപ്പണികൾക്ക് നേതൃത്വം നൽകിയും പണികൾക്കായും ആളുകൾ കുറച്ചുപേർ അങ്ങിങ്ങായി ഉണ്ടായിരുന്നു. അവൾ പതിവ് പോലെ എന്ന വിധം, എന്നാൽ വേഗത്തിൽ പരിസരം മാനിക്കാതെ ലിഫ്റ്റിനടുത്തെത്തി ഒന്ന് നോക്കി ഒരു നിമിഷം കളഞ്ഞ ശേഷം സ്വിച്ച് അമർത്തി. ശേഷം തിടുക്കം ഭാവിച്ച് ഇരു കൈകളും മടക്കി നെഞ്ചോട് ചേർത്ത് കെട്ടി ഹാൻഡ് ബാഗ് ചേർത്ത് ലിഫ്റ്റിന് മുൻപിൽ കാത്തുനിന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതോടെ ലിഫ്റ്റ് എത്തി ഡോർ പതിയെ തുറന്നു വന്നു. യുവാവിനെ വകവയ്ക്കാതെ ലിഫ്റ്റിലേക്ക് കയറി അയാളുടെ എതിർവശത്തായി പഴയപടി നിലയുറപ്പിച്ചു ഹണി. യുവാവുടൻ ബേസ്മെൻറ്റിലേക്കുള്ള സ്വിച്ച് അമർത്തി തിരികെ പഴയ സ്ഥാനത്ത് എത്തി നിന്നു. ഡോർ സാവധാനം അടഞ്ഞു. ലിഫ്റ്റ് താഴേക്ക് സഞ്ചരിച്ചു തുടങ്ങി. അവൾ അയാളെ ഒന്ന് ശ്രദ്ധിച്ചതും പെടുന്നനെ അയാൾ ചെന്നവളെ കെട്ടിപ്പിടിച്ച് മുഖത്താകെ ചുംബിച്ചു. അവൾ അങ്ങനെ നിന്നുപോയെന്ന് പറയാം. ഉടനടി തന്നെ അയാളൊന്ന് പിൻവലിഞ്ഞ് അവളെ നോക്കി നിന്നു. അവൾ തുടർന്നു വന്നപടി തുടർന്നു നിന്നതേയുള്ളൂ. അയാളെ പക്ഷേ നോക്കി. അടുത്ത നിമിഷം അയാൾ അവളുടെ കോട്ടിനുള്ളിലെ പാൻറ്റിൻ്റെ ഹുക്കിൻ്റെ ഭാഗത്ത് പാതി വിരലുകളുടെ ഭാഗം അകത്തേക്കാക്കി പിടുത്തമിട്ടു. അയാൾ തൻ്റെ കൈകളെ പാൻറ്റിനുള്ളിലേക്ക് ചലിപ്പിക്കുവാൻ തുടങ്ങിയ നിമിഷം തന്നെ അവൾ ആ കൈകളിൽ പിടുത്തമിട്ട് തൻ്റെ ശക്തിയാകെ എടുത്തുന്ന വിധം പിറകിലേക്ക് അയാളെ തള്ളി മാറ്റി. അവളുടെ തോളിൽ നിന്നും ഹാൻഡ് ബാഗ് ഊർന്ന് ആ ഇടത് കൈയിൽ വന്ന് തങ്ങിക്കിടന്നു. പാർക്കിങ്ങിൽ എൻ്റെ കാറിലേക്ക് വാ നീ. അല്പം ദൃഢമായും ഉറക്കെയുമുള്ള ഈ വാചകം അയാളുടെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞ ശേഷം ഒരു പ്രത്യേക ഭാവം പ്രകടമാക്കും വിധം അവൾ അയാളെ നോക്കി അങ്ങനെ നിന്നു. അയാൾ തിരികെ അവളെ നോക്കി അങ്ങനെ തന്നെ തുടർന്നു. ലിഫ്റ്റിൽ ഇനി ചേച്ചിക്ക് കൂട്ടുകാരുണ്ടാകുവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിലെ ക്യാമറയും ലിഫ്റ്റ് മൊത്തമായും ഉടനെ റെഡിയാക്കിയേക്കുമെന്നാണ് കേട്ടത്. തൻ്റെ ഒപ്പം ഡ്യൂട്ടി ചെയ്ത നേഴ്സ് ഇടയ്ക്കിന്നെപ്പോഴോ ഈ വാചകം പറഞ്ഞത് ഹണി ഈ അവസരത്തിൽ ഓർത്തുപോയി. പ്രത്യേകം കാരണങ്ങളൊന്നുമില്ലാതെ. അവൾ അങ്ങനെ ഡോറിലേക്ക് തല മാത്രം തിരിച്ച് യുവാവിന് മുന്നിൽ നിലയുറപ്പിച്ചതോടെ ലിഫ്റ്റ് ബേസ്മെൻറ്റിലെത്തിയെന്ന വിധം നിന്നു. സാവധാനം ഡോർ തുറന്നു. അവൾ പഴയപടി നിൽപ്പ് തുടരവേ അയാളെ വകവയ്ക്കാതെ തൻ്റെ കാർ ലക്ഷ്യമാക്കി തിടുക്കത്തിൽ നടന്നു. പതിവിന് വിപരീതമെന്ന വിധം ഇത്തവണ ബേസ്മെൻറ്റിൽ വെളിച്ചത്തിൻ്റെ സാന്നിധ്യം കൂടുതലായിരുന്നു. പരിസരം ശ്രദ്ധിക്കാതെ നടന്നു പോകുന്ന അവളുടെ പിറകെ ലിഫ്റ്റിലെ വെളുത്ത വെളിച്ചത്തെ പിന്നിലാക്കി യുവാവും തിടുക്കത്തിലാക്കി തൻ്റെ നടത്തം. ഇതുവരെ പാർക്ക് ചെയ്തിരുന്ന ഏരിയയിൽ തന്നെയായിരുന്നു അവളുടെ ചെറിയ കാർ കിടന്നിരുന്നത് പതിവ് പോലെ. ഒഴിഞ്ഞൊരു കടലിൻ്റെ തീരത്തെന്ന വിധം നിലാവ് വിതറുവാൻ കാത്തു നിൽക്കുന്ന ആകാശത്തെ ചന്ദ്രനെ സാക്ഷിയാക്കി ദൂരെ നിന്നെന്ന വിധം ഹണിയുടെ ചെറിയ കാർ വേഗത്തിലെത്തി ഒറ്റ ബ്രേക്കിന് ഞൊടിയിടയിൽ നിർത്തി. കാറിൻ്റെ ഇടതുഭാഗത്തായി പാതിയും പൂർണ്ണമായുമൊക്കെ പൊളിഞ്ഞു പഴകിയ വിധം കിടക്കുന്ന കെട്ടിടങ്ങളായിരുന്നു. അതേ ഭാഗത്തായി അല്പം മുന്നിൽ മാറിയൊരിടത്തു നിന്നും ഒരു ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചം കാറിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. യുവാവ് പതിവ് പോലെ ആഷ് കളർ കോട്ടും സ്യൂട്ടും ധരിച്ചിരിക്കെ കാറിൻ്റെ മുന്നിലെ പാസഞ്ചർ സീറ്റിലിരുന്ന് പരിസരം അമ്പരപ്പ് കലർന്ന സംശയത്തോടെ തലങ്ങും വിലങ്ങും മെല്ലെ വീക്ഷിച്ചു. വിജനത താൽക്കാലികമായി തോന്നിക്കുന്ന ആ പരിസരത്തു നിന്നും കണ്ണുകളെടുത്ത് അയാൾ ഹണിയെ നോക്കി.
അവൾ തൻ്റെ മൊബൈൽ വലതു കൈയിലെടുത്ത് പിടിച്ചതോടൊപ്പം ഇരു കൈകളും സ്റ്റിയറിങ്ങിൽ പിടുത്തമിട്ട് മുന്നോട്ട് ലക്ഷ്യം വെച്ചെന്ന വിധം ഇരിക്കുകയായിരുന്നു. ഒരു പ്രത്യേക ഭാവം പ്രകടമാക്കി ലിഫ്റ്റിൽ പ്രകടിപ്പിച്ചത് ദൃഢനിശ്ചയത്തോടെയുള്ള ഒരു ധൈര്യഭാവം. അവൾ ഉടനെ തൻ്റെ മൊബൈലിലൊരു നമ്പർ നോക്കി ഡയൽ ചെയ്തു. ശേഷം അത് ലൗഡ് സ്പീക്കറിലാക്കി യുവാവ് അതിലേക്ക് ശ്രദ്ധിച്ചിരുന്നു. ഹാ മമ്മി. അങ്ങേ തലക്കിൽ നിന്നും മകൻ കോൾ എടുത്തു. മറ്റുള്ള കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങൾ കേൾക്കാമായിരുന്നു. മമ്മിയെ, നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ബീച്ചിലുണ്ട്. നീ ഏതെങ്കിലും ഫ്രണ്ട്സിനൊപ്പം ഇങ്ങ് പോരെ, തീരാറായില്ലേ? ഒന്ന് നെറ്റി ചുളിപ്പിച്ചായിരുന്നു ഹണി തൻ്റെ മകന് മറുപടി ഇങ്ങനെ നൽകിയത്. തീരാറായി. ഞാൻ അങ്ങോട്ടുള്ള 2 പേരുണ്ട്, അവരുടെ കൂടെ വന്നേക്കാം. വർദ്ധിച്ച കളിയിലേർപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങളോടൊപ്പം മകനിങ്ങനെ അല്പം ധൃതിയിലും ഒത്ത ഉച്ചത്തിലും പറഞ്ഞു നിർത്തി. ശേഷം ആരാണ് കോൾ കട്ടാക്കിയത് എന്ന് സംശയിക്കേണ്ടി വന്ന യുവാവിന് കാറിനകത്തിരിക്കെ മൊബൈൽ മുന്നിലെ ഡാഷ്ബോർഡിൻ്റെ ഒത്ത നടുവിലേക്ക് വെച്ച ശേഷം ഹണി യുവാവിനെ നോക്കി. അവളെ നോക്കിയിരുന്ന അയാൾ ഉടനടി ഇരു കൈകളും അവളുടെ കവിളുകളിൽ പിടുത്തമിട്ട് ആഞ്ഞു ചുംബിച്ചു തുടങ്ങി. തൻ്റെ ചുണ്ടുകൾ സമയം കളയാതെ തുറന്നുകൊടുത്ത ഹണിയുടെ ചുണ്ടുകളോട് തൻ്റേത് പിണപ്പിച്ച് കാറിനുള്ളിൽ ചുംബനത്തിൻ്റെ ശക്തി ശബ്ദമായി ഇടിച്ചു നടന്നു. അവളുടനെ തൻ്റെ കൈകൾ അയാളുടെ ബെൽറ്റിൻ്റെ ഹുക്കിലേക്ക് പിടുത്തമിടിയിപ്പിച്ച് അത് തുറക്കുവാൻ ശ്രമം തുടങ്ങി. ഇരുവരും അടുത്ത നിമിഷം അതേപടി തുടർന്നു വരവെ ഇരു സീറ്റുകളിൽ നിന്നും കൂടുതൽ അടുത്തു. പരിസരം മറന്ന് മാത്രമല്ല, തങ്ങളെ തന്നെ മറന്ന്. കഥ അവസാനിച്ചിരിക്കുന്നു. അഫെയർ, റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. താങ്ക് യു.